ഹലോ ഗൈസ്, അപ്പോൾ ഞമ്മ പോകുന്നത് എയർപോർട്ടിലേക്ക്. അഫി നാട്ടിലേക്ക് പോകുന്നല്ലോ. അവൾക്ക് മറ്റന്ന് എക്സാം ഉള്ളതുകൊണ്ട് ഷാർജയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇത് നമ്മളെ അനീഫ്ക, കാർ ഡ്രൈവ് ചെയ്യുന്ന അനീഫ്ക, നമ്മളെ സ്വന്തം അനീഫ്ക. ബാക്കിലുള്ളതാണ് അഫിത്ത. അഫിത്താൻ എല്ലാ വിധത്തിലും യാത്ര അയക്കുന്നു നാട്ടിലേക്ക്. നല്ല പാങ്ങല പോയിട്ട് വരാൻ അല്ലാഹു തആല തൗഫീക്ക് കൊടുക്കട്ടെ. വരുന്നപ്പോ അപ്പൊ 5 ദിവസം ഞാൻ ഒറ്റക്കാണ്. എന്താക്കല്. ഇപ്പൊ നമ്മൾ ദുബായ് വിട്ട് ഷാർജ റൂട്ടിലേക്ക് കയറി. വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് എത്തും. ഫൈനലി വി റീച്ച് ഷാർജ എയർപോർട്ട്. ഇവിടെ നിന്ന് പ്രിയപ്പെട്ട ജംഷനോട് താൽക്കാലികമായി ബായ് പറയുന്ന ചെറിയ വേദന ഉണ്ടെങ്കിലും വീട്, നാട്, പാരൻസ് ഇതൊക്കെ ഓർക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഉള്ളത് ചെക്കിംഗ് കൗണ്ടറിലാണ്. ഇവിടെ നിന്ന് നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക്. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സൂക്ക് കാണാം. ഈ സൂക്കിനുള്ളിലൂടെയാണ് നമുക്ക് ഗേറ്റ് 1 പോകേണ്ടത്. ഇനി നമുക്ക് നടക്കാനുള്ളത് ഗേറ്റ് 1 ഗേറ്റ് നമ്പർ 1A ആണ്. നടക്കാനുണ്ട്. നമ്മളത് കണ്ടെത്തി. ഓടുന്നു. ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യാനുണ്ട്. ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗേറ്റ് 1 പോകും. അവിടെ നിന്ന് നമ്മളെ കൂട്ടാനുള്ള ബസ് വരും. ബസ്സിൽ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ ഫ്ലൈറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇറക്കും. ഈ കാണുന്ന കോബസ് ബസ്സിലാണ് ഇന്ന് നമ്മൾ ഫ്ലൈറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഫൈനലി കോബസ് നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഭീമൻ ഫ്ലൈറ്റാണ് നമുക്കിനി യാത്ര ചെയ്യാനുള്ളത്. ബോർഡിംഗ് പാസിൻ്റെ ടൈമിൽ വിൻഡോ സീറ്റ് ചോദിച്ചെങ്കിലും വിൻഡോ സീറ്റ് ഫുള്ളായതിനാൽ തന്നെ വി ആർ സോറി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ സീറ്റിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളോട് വിൻഡോ സീറ്റിൽ ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഇരുന്നോളൂ അതിനെന്താന്ന് പറഞ്ഞിട്ട് മൂപ്പരാളെ വിൻഡോ സീറ്റ് എനിക്ക് തന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പറയണ്ടല്ലോ, ഭയങ്കര സന്തോഷമായി. ഫ്ലൈറ്റ് കയറിയിരുന്നപ്പോഴേക്കും വെള്ളം കൊണ്ടുവന്ന് വെള്ളം കുടിച്ചിരിക്കുമ്പോൾ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും. ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ ടൈമാണ്. നമ്മളെ ഫ്ലൈറ്റ് പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു പൊന്താനുണ്ട്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 4 മണിക്കൂറിൻ്റെ യാത്രയാണ് നമ്മൾ 9 മിനിറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട ഏറ്റവും കൗതുകമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ വിമാനം പറന്നുയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേലെ എത്തും. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ഭൂമിയിൽ നിന്ന് മേലേക്ക് എത്തിയത്. ഇനി 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലീസിനെ കാണാം, നാട് കാണാം. ഇപ്പം നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്നല്ലേ. നിങ്ങൾക്ക് ഞാൻ പകർത്തിയ ഗ്രീനറി, ഓഷൻ, മരുഭൂമിയിലെ പച്ചപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നോക്കിയേ, നമ്മൾ ഇത്ര സമയം വലുതായിട്ട് കണ്ടതെല്ലാം ചെറുതായിട്ട് കാണുന്നു. ഈ കാണുന്ന മരുഭൂമി അത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഞാൻ ഡയറക്റ്റ് കണ്ടപ്പോൾ കെട്ടുകൾ പോലെയായിരുന്നു മരുഭൂമി ഉണ്ടായിരുന്നത്. അതിൻ്റെ നടുവിലായിട്ട് ഒരു വെള്ളത്തിൻ്റെ ഉറവിടം ഇതാ ഈ കാണുന്നത്. ഇതെനിക്ക് തോന്നിയത് മരുഭൂമിയിലെ പച്ചപ്പ് എന്നാണ്. കാരണം ഇത്രയും വലിയ മരുഭൂമി കെട്ടുകൾക്കിടയിൽ വെള്ളത്തിൻ്റെ ഒരു ഉറവിടം. ഇപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂർ പിന്നിട്ടുകൊണ്ട് തന്നെ ചായ കുടിച്ച് വന്നാലോ. നല്ല മസാല ചായലും കുടിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലേക്ക് വന്നത് നമ്മളെ ഇത്രയും ഉയരത്തിൽ പറക്കാൻ അനുവദിച്ച റബ്ബ് എത്ര വലിയവനാണ്. അവൻ്റെ ഓരോ ഹിക്മത്തുകൾ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. നമ്മൾ ഏകദേശം എത്താനായി. വിത്തിൻ 1 അവർ നമ്മൾ ലാൻഡ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ലാൻഡാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ഗ്രീനറി കാണാനും പറ്റുന്നുണ്ട്. മേഘക്കെട്ടുകൾക്കിടയിലൂടെ നമ്മളുടെ കേരളം, പച്ച പുതച്ച കേരളം. മരുഭൂമിയിൽ നിന്ന് പച്ചപ്പിലേക്കും ചൂടിൽ നിന്ന് തണുപ്പിലേക്കും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആകാശക്കാഴ്ച. നല്ല മഴയും വരുന്നുണ്ട്.
എടുത്തുകൊണ്ട് വന്നത്. പച്ചപ്പ് കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മള് കണ്ണൂർ എയർപോർട്ടില് റാഹത്തായിട്ട് സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത്രയില്ല. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ നിന്ന് നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോകണം. അവിടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നേരെ പുറത്തിറങ്ങണം. അവിടെ നിന്ന് നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാനുണ്ട്. അതോടുകൂടെ നമ്മളുടെ ഫാമിലീസിനെ മീറ്റ് ആവും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. 5 വീക്കാണ് ഞാൻ ദുബായിലേക്ക് ട്രാവൽ ചെയ്തെങ്കിലും 1 ഇയർ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അതേ ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ നടന്ന് ബെൽറ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യണം. ആ കുണിഞ്ഞു വരുന്ന നീല പെട്ടിയാണ് നമ്മളെ പെട്ടി. കറങ്ങുന്ന ലഗേജുകൾ അത്രയും വെറും ട്രോളിയോ പെട്ടിയോ അല്ല. ഒരുപാട് ദിവസങ്ങളോളം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന സാലറിയിൽ നിന്ന് അല്പം മാറ്റിവെച്ച സ്നേഹത്തിൻ്റെ നീർപ്പതിപ്പാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 5-10 മിനിറ്റിൽ അവരവിടെ എത്തും. നമ്മളവിടെ വെയിറ്റ് ചെയ്താൽ അവരങ്ങോട്ടേക്ക് എത്തും. നടന്ന് നമ്മളങ്ങനെ അറൈവൽസിലെത്തി. ഞാൻ അവരെ കണ്ട്, പക്ഷെ അവരെന്നെ കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം എപ്പം കാണുമെന്ന്. ആ ഫോൺ സംസാരിച്ച് പോകുന്ന വൈറ്റ് ഡ്രസ്സ് ഇട്ട ആളാണ് എൻ്റെ അനിയൻ. അവൻ എന്നോടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട് ബാക്കോട്ട് വാ. ഇപ്പം എന്നെ കണ്ട്. നോക്കി ഇങ്ങോട്ട് വാ. 3 കൂടെ വാ. അവളെത്തി. ഇതെന്റെ ഉമ്മ, ഇത് എന്റെ അനിയൻ അഹമ്മദ് അലി ഇർഫാനി. നമ്മളെ ഹീറോ ഇതാ കടന്നു വരികയാണ്. ഹീറോന്റെ ഫ്രണ്ട്. അവര് എനിക്ക് കുടിക്കാനുള്ള ലിച്ചിയും അതേപോലെ തന്നെ പപ്സും കൊണ്ടുവന്നിട്ടുണ്ടായിന്. അത് തിന്നുന്ന കണ്ടിട്ട് ഒരു കാക്കച്ചി നമ്മളെ അടുത്തേക്ക് വന്ന്. അപ്പം അതിനും കുറച്ച് ഇട്ടുകൊടുത്ത്. കണ്ണൂർ എയർപോർട്ടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മളിവിടുന്ന് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.